ഗെയ്സ് ഗെയ്സ് ഞാൻ പറഞ്ഞ നമ്മൾ മറ്റേ MXRP മറ്റേ മാർക്സ് ഓൾപ്പെടെ ഞാൻ കൊളാബ് ഞാൻ ചെയ്ത ഞാൻ മറ്റേ പ്രമോഷൻ ചെയ്ത RP സെർവറിൽ വൈറ്റ് ലിസ്റ്റ് എടുക്കുന്നതിനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു സാധനം ഒരു സെർവറിന് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ തമ്പനയിൽ കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ അതിന് മുൻപ് ഇതിൻ്റെ തമ്പനയിൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ചെയ്യുന്നു. അത് ഞാൻ ഇടും, വൈകാതെ ഇടുന്നുണ്ട്. നമ്മൾ വൈറ്റ് ലിസ്റ്റ് കണ്ടോ, എല്ലാ വൈറ്റ് ലിസ്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അത് ഇതിക്കുക. അപ്പോൾ നമുക്ക് ബൂട്ട് വരും. ബൂട്ട് വന്ന് സാർ ആപ്ലിക്കേഷൻ ഇടുക. അപ്പോൾ ഇവർ റിയൽ നെയിം വരും. അപ്പോൾ നമ്മുടെ റിയൽ നെയിം നമ്മൾ അടിച്ചു കൊടുക്കുന്നു. എൻ്റെ ഒരു ആൻസർ ഡി നോക്കണ്ട, ഇപ്പം എന്തായാലും അതൊന്നും നോക്കാം. RDM VDM ഇതൊക്കെ മതി. കൂടുതൽ ഇതൊക്കെ മതി. എസ് കൊടുക്കാം. അപ്പോൾ കണ്ടോ ആപ്ലിക്കേഷൻ ഇതായി. ഇനി ഇത് അഡ്മിൻ വൈറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ അതുപോലെ അഡ്മിൻ്റെ അകത്ത് വൈറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഓപ്ഷനിൽ വരും. എന്നിട്ട് ഇപ്പോൾ മറ്റേ സർവർ IP എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. വൈറ്റ് ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സർവർ IP എന്ന് പറഞ്ഞ് ഇവിടെ കാണാം. ആ സർവർ IP നമ്മൾ ചെയ്ത് ആ സർവർ IP എടുത്തിട്ട് നമ്മൾ സാമ്പി കയറാം. സാമ്പി കയറി കഴിഞ്ഞിട്ട് നമ്മൾ പേര് സെറ്റാക്കുക. പേരൊക്കെ ഇട്ട് പാസ്വേഡ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻ എവിടെ ഇൻ ഗെയിം നെയിം കണ്ടോ, ഇവിടെ കൊന്നിട്ട് ഇതുപോലെ ഇടാം. അത് നോക്കണം കേട്ടോ, ചിലപ്പോൾ പല പ്രശ്നങ്ങളും വന്നേക്കാലോ. ശരിയാണല്ലോ. ഇതൊക്കെ സ്റ്റാഫാണ് ഈ പേരിട്ട് മാർക്സ് അഡ്മിൻ എന്ന് പറഞ്ഞത്. അപ്പം അതുപോലെ നമ്മൾ ഇവിടെ കൊണ്ട് പേരിട്ട് കൊടുക്കുക. ഇതുപോലെ ഫോർമാറ്റിൽ പേരിട്ട് കൊടുത്ത് കഴിയുമ്പോൾ വൈറ്റ് ലിസ്റ്റ് കിട്ടും. ഗെയിമിൽ കയറാനുള്ളത് കിട്ടും. ഗെയിമിൽ കയറാൻ ഇത് കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രയൊക്കെ ഉള്ളൂ. അതേപോലെ നമുക്ക് പിന്നെ ആക്റ്റീവായിട്ട് ഗെയിമിൽ കൂടെ കളിക്കാം. ഇതിപ്പോൾ അഡ്മിൻസ് വൈറ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സെറ്റായി. അഡ്മിൻ വൈറ്റ് ലിസ്റ്റ് വന്നിട്ടില്ല. അഡ്മിൻ്റെ വൈറ്റ് ലിസ്റ്റോടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേറെ ഒന്നും ചെയ്യാനില്ല. ഇൻ ഗെയിം നെയിം ഇടാം. ഇൻ ഗെയിം നെയിം സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് IG കയറി കളിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് കൂടെ അടിയിൽ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് ഞാൻ സെറ്റ് ചെയ്ത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ ഈ സെർവറിൻ്റെ കിട്ടും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ DC ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ അയച്ചു തരാം. ഗൈസ് ഇതാണ് എൻ്റെ DC ചാനൽ. ഇവിടെ എൻ്റെ അകത്ത് ലോഗിൻ ആയി കഴിഞ്ഞാൽ മതി ഗൈസ്. കുറച്ച് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാലും കയറാം, നിങ്ങൾക്ക് കയറാം. മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യണം. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഞാൻ പുള്ളി സമയം അനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് തരും പുള്ളി. അപ്പം അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ കയറിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് കയറാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അതെ, ഇത് വൈറ്റ് ലിസ്റ്റ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഗെയിമിലൂടെയും കയറി കാണിച്ചു തരാം ഗൈസ്. ഇത് അക്സെപ്റ്റ് ആക്കിയിട്ടില്ല ഇവന്മാർ. എല്ലാവരും എല്ലാം ബിസി ആയിക്കോളും, അതായിക്കോളും. ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗെയിമിൽ കയറി കളിക്കാം. ഞാനത് അക്സെപ്റ്റ് ആയി കഴിഞ്ഞിട്ടേ ഒരു സോഴ്സ് ആയിട്ട് ഗെയിമിൽ കയറി ഞാൻ കാണിച്ചു തരാം ഗൈസ്. കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ.